സ്വർണം കട്ടവന CPM കുടപിടിച്ചിരിക്കുകയാണ്. സ്വർണക്കൊള്ളിൽ അറസ്റ്റിലായ പത്മകുമാറിന് പാർട്ടിയുടെ സംരക്ഷണ കവചം നൽകിയിരിക്കുന്നു. പത്മകുമാറിനെതിരെ തെളിവുകൾ വന്നാൽ നടപടി എടുക്കാമെന്ന നിലപാടിലാണ് CPM എത്തിയിരിക്കുന്നത്. നിലവിൽ അയാൾ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ തുടരും എന്ന് തന്നെ പാർട്ടി പറയുമ്പോൾ ഇനി എങ്ങനെയാണ് ഗോവിന്ദൻ മാഷെ നിങ്ങളുടെ കയ്യിൽ പാപക്കറ ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാനാവുക? SIT അന്വേഷണത്തിൽ പത്മകുമാർ തെറ്റുകാരനാണെന്ന് കണ്ടെത്തിയിട്ടും അയാളുടെ വീട്ടിൽ റെയ്ഡ് നടത്തി തെളിവുകൾ കണ്ടെത്തിയിട്ടും ഇനിയും എന്ത് തെളിവാണ് പാർട്ടിക്ക് ബോധ്യപ്പെടാൻ ആവശ്യം? സ്വന്തം കൈപ്പടയിൽ തന്നെ കുരുങ്ങിയ ആളാണ് ഈ പത്മകുമാർ. ശബരിമല കട്ടിളപ്പാളിയിലെ സ്വർണം തട്ടിയെടുക്കുവാൻ നടന്ന ഗൂഢാലോചനയിൽ പിത്തള എന്ന വാക്കായിരുന്നു ആദ്യഘട്ടത്തിൽ നിശ്ചയിച്ചത്. ഇപ്പോൾ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ സ്വന്തം കൈപ്പടയിൽ പിത്തള എന്നത് വെട്ടി ചെമ്പ് എന്നാക്കി മാറ്റി. പത്മകുമാർ അങ്ങനെ സ്വന്തം കൈപ്പടയിൽ തന്നെ കുരുങ്ങുകയായിരുന്നു. കേസിന്റെ അന്വേഷണ വഴി അന്നത്തെ മറ്റു 2 ബോർഡ് അംഗങ്ങളിലേക്കും നീളാനിടയാക്കിയതും ഇത് തന്നെയായിരുന്നു. 2019 ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവും ഉദ്യോഗസ്ഥരും ചേർന്ന പിത്തള എന്നെഴുതിയ റിപ്പോർട്ടിലായിരുന്നു ദേവസ്വം ബോർഡിലേക്ക് എത്തിയത്. ബോർഡിന്റെ പരിഗണനയിൽ വന്നപ്പോൾ പ്രസിഡന്റ് പത്മകുമാർ പിത്തള എന്ന വാക്കിലെ അപകടം ചൂണ്ടിക്കാണിച്ച് പിത്തളയ്ക്ക് പകരം സ്വർണത്തിന്റെ നിറമായതുകൊണ്ട് മുരാരി ബാബുവും സുധീഷ് കുമാറും വാസുവും അടക്കം അങ്ങനെ എഴുതി വെച്ചത്. എന്നാൽ ശബരിമല ശ്രീകോവിൽ പിത്തളയാണ് പൂശിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു ചേരായ്മ തോന്നും എന്ന നിരീക്ഷണത്തിൽ ആ വാക്ക് വെട്ടാൻ തീരുമാനിക്കുന്നു. വാസു കൈമാറിയ ഉത്തരവിലെ പിത്തള അങ്ങനെ പത്മകുമാർ വെട്ടി പാളികളുടെ അടിസ്ഥാന ലോഹം ചെമ്പായതുകൊണ്ട് പകരം ചെമ്പ് എന്നെഴുതി. ഇത് ചെമ്പാണെന്നും അതിലുള്ള സ്വർണം മങ്ങിപ്പോയി എന്നും പറഞ്ഞു നിൽക്കാം എന്നായിരുന്നു പത്മകുമാറിന്റെ വാദം. അതിനോട് ദേവസ്വം ബോർഡിലെ മറ്റംഗങ്ങൾ KT ശങ്കർദാസ, പാലവിള വിജയകുമാർ എന്നിവർ യോജിക്കുക കൂടി ചെയ്തതോടെ സംഭവം കളറായി. പത്മകുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പിത്തള വിഷയം പരാമർശിക്കുന്നുണ്ട്. സ്വർണം പൂശിയ ചെമ്പ് പാളികൾ എന്നെഴുതേണ്ടതിന് പകരം ചെമ്പ് എന്ന പത്മകുമാർ സ്വന്തം കൈപ്പടയിൽ എഴുതുകയായിരുന്നു എന്ന് റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇത് ക്രമവിരുദ്ധമാണെന്നറിഞ്ഞിട്ടും പാസാക്കുന്നതിനെ എതിർക്കാൻ മറ്റ് 2 അംഗങ്ങളും ശ്രമിച്ചില്ല. അവരും ഇതിന് കൂട്ടുനിന്നു. വൈകാതെ ഇവരും അറസ്റ്റിലാകാനാണ് സാധ്യത. എല്ലാ ഉദ്യോഗസ്ഥർ കാണിച്ച പണിയാണെന്നുള്ള പത്മകുമാറിന്റെ വാദവും പൊളിഞ്ഞു വീഴുകയായിരുന്നു. ഉദ്യോഗസ്ഥരായ വാസുവും സംഘവും കൊണ്ടുവന്നത് അതേപോലെ പാസാക്കി വിടുകയായിരുന്നു എന്നായിരുന്നു പത്മകുമാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ കേസ് അന്വേഷണത്തിൽ അറസ്റ്റിലാവുകയും കേസിൽ പ്രധാനിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാറിന് സാമ്പത്തിക ഇടപാടും കച്ചവട ബന്ധവും ഉണ്ടെന്നതിന് നിർണായക തെളിവുകൾ SIT വീട്ടിൽ നിന്നും റെയ്ഡ് നടത്തി കണ്ടെത്തുകയും ചെയ്തിട്ടും തെളിവില്ല എന്ന് എന്തർത്ഥത്തിലാണ് ഈ പാർട്ടി പറയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കൂടി പങ്കെടുത്ത പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലായിരുന്നു പത്മകുമാറിനെ പാർട്ടി പിന്തുണച്ചത്. പാർട്ടിയിൽ ആർക്കെങ്കിലും സ്വർണ്ണക്കൊള്ളയുമായി ഒരു തരി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയാൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് വീമ്പ് പറഞ്ഞ അതേ ഗോവിന്ദൻ മാഷ് തന്നെയാണ് ഇപ്പോൾ ചേർത്ത് പിടിക്കുന്നത് എന്നുകൂടി ഓർക്കണം. കക്കുന്നത് മാത്രമല്ല കളവിന് കൂട്ടുനിൽക്കുന്നതും കുറ്റമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ CPM പാർട്ടിക്കാരും കുറ്റക്കാര് തന്നെ. പത്തനംതിട്ടയിൽ CPMന്റെ മുതിർന്ന നേതാവായ പത്മകുമാർ ഒരു കാലത്ത് പിണറായി പക്ഷത്തെ ശക്തനായ നേതാവായിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ തലപ്പത്തിരിക്കെ ഇദ്ദേഹം നടത്തിയ അനധികൃത ഇടപെടലുകളുടെ വിവരങ്ങൾ അന്വേഷണത്തിൽ കണ്ടെത്തിയതോടെ അറസ്റ്റ് ഉണ്ടായിരുന്നു. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം പാടില്ല എന്ന നിലപാടായിരുന്നു പത്മകുമാർ എടുത്തത്. ഇതോടെ പാർട്ടിയിൽ അനഭിതരായി മാറുകയും ചെയ്തതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് സ്വർണ്ണക്കൊള്ളയിൽ CPMന്റെ അറിവോടുകൂടിയാണ് എല്ലാം നടന്നിരിക്കുന്നത് എന്ന് പാർട്ടി തന്നെ സമ്മതിക്കുന്ന രംഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ആ അന്വേഷണ സംഘം പാർട്ടി ഓഫീസിൽ കൂടി ഒരു റെയ്ഡ് നടത്തുന്നത് നല്ലതായിരിക്കും. നിർണായക തെളിവുകൾ അവിടെ നിന്നും കിട്ടില്ല എന്ന് ആർക്കറിയാം.